നമ്മുടെ റെഡ് ബസ് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ വോൾവോ ബസ്സിന് ബുക്ക് ചെയ്യാം എന്ന കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് തന്നെ നിങ്ങളുടെ മൊബൈലിലോട്ട് റെഡ് ബസ് എന്നുള്ള ആപ്പ് ജസ്റ്റ് ഒന്ന് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ അങ്ങനെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് സൈറ്റ് വഴി ചെയ്യാം, പക്ഷെ അതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തായാലും കംഫർട്ടബിൾ ആവുക ഈ ആപ്പ് മുഖാന്തരം ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഞാനിവിടെ ഓൾറെഡി ഈ ലോഗിൻ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ ലോഗിൻ പ്രോസസ്സെല്ലാം ഒന്ന് ചെയ്യുക. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, ഒരുപാട് ലെങ്ത് പോവും വീഡിയോ, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഇവിടെ ആപ്പിലൊന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു OTP വെരിഫിക്കേഷനൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ചെയ്ത് തീർക്കുക. അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ഇത്തരത്തിലുള്ള നമ്മുടെ റെഡ് ബസ്സിൻ്റെ ഹോം പേജിലോട്ടാണ് എത്തുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം പേജ്. അപ്പോൾ ഈ ഹോം പേജിൽ നിന്നാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് എവിടെ നിന്ന് എവിടേക്കാണോ യാത്ര ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ഇവിടെ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനിവിടെ ജസ്റ്റ് കാശ്മീർ ഗേറ്റിൽ നിന്ന്, അതായത് ഡൽഹിയിലെ കാശ്മീർ ഗേറ്റിൽ നിന്ന് മണാലിയിലോട്ടുള്ള ഒരു വോൾവോ ബസ്സിനാണ് ഇവിടെ ബുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഡെസ്റ്റിനേഷൻസ് ചൂസ് ചെയ്ത് കൊടുത്തു. നിങ്ങളിത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ചെയ്യുക. ഇവിടെ ഫ്രമും ടൂവും കൃത്യമായിട്ട് കാണാം. അതിന് താഴെയുള്ള ബോക്സിലായിട്ട് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ ജേണി ഉദ്ദേശിക്കുന്ന ഡേറ്റ് ഇവിടെ കൃത്യമായിട്ട് ചൂസ് ചെയ്ത് കൊടുക്കേണ്ട ഏരിയ. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്കിവിടെ ഡേറ്റ് ഇത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കഴിയുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് ഇന്നത്തെ ഡേറ്റ് ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം താഴെയുള്ള ഡൺ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ കൃത്യമായിട്ട് തന്നെ ബസ്സസ് സെർച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഡേറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബസ്സസ് ഏതാണോ ഒന്ന് സെർച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് സെർച്ച് ബസ്സസ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ കൃത്യമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ബസ്സസിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് കഴിയും. ഒരുപാട് ബസ്സസ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇതിൽ റേറ്റിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ബസ്സസാണ് മുകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വ്യത്യസ്ത എമൗണ്ടിൽ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നതാണ് നമുക്ക് ഈ ട്രാവൽ പാക്കേജ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് ബസ്സിനെ വേണമെങ്കിൽ ചൂസ് ചെയ്യുക, ഏത് ഹോളിഡേയ്സിനെ വേണമെങ്കിലും. ഞാനിവിടെ ജസ്റ്റ് താഴോട്ടുള്ള ഈ ഇൻ്റർസിറ്റി സ്മാർട്ട് ബസ് എന്നുള്ള ഈ ബസ്സിനെയാണ് ജസ്റ്റ് ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ഓൾറെഡി ട്രാവൽ ചെയ്തിട്ടുള്ള ബസ്സാണ്. നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു, മറ്റു ബുദ്ധിമുട്ടുകളൊന്നും നിലവിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ബസ് ജസ്റ്റ് ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ ചൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കൃത്യമായിട്ട് നമുക്ക് ഇത്തരത്തിൽ സീറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് കഴിയും. നിലവിൽ ബസ്സിൽ അവൈലബിൾ ആയിട്ടുള്ള സീറ്റ്സ് കാണാനായിട്ട് കഴിയും. ഇതിൽ ഈ 509 സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ്. അതായത് ബാക്ക് സീറ്റിനാണ് അവർ 509 പേ ചെയ്യുന്നത്. നമുക്ക് കാണാം ജസ്റ്റ് നമ്മൾ മുമ്പിലെ ഒരു സീറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് 874 വരുന്നുണ്ട്. അപ്പോൾ അത് വ്യത്യസ്ത സീറ്റിന് അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും എമൗണ്ടിൽ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാനിവിടെ ബാക്കിൽ 2 സീറ്റ് ചൂസ് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ താഴെയുള്ള സെലക്ട് ബോർഡിംഗ് ആൻഡ് ഡ്രോപ്പിംഗ് പോയിന്റ്സ് എന്നുള്ള ഏരിയയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് കൃത്യമായിട്ട് തന്നെ നമ്മൾ എവിടെ നിന്നാണോ വണ്ടി കയറാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആ പോയിന്റ് നമ്മൾ, അതായത് അവർക്ക് പല പല സ്റ്റോപ്സസ് ഉണ്ടാവും, അതിൽ നമ്മൾ എവിടെ നിന്നാണ് കയറുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ മുമ്പ് സെറ്റ് ചെയ്തിട്ടുള്ള ആ സെയിം ഏരിയ തന്നെ, അതായത് നമ്മുടെ കാശ്മീർ ഗേറ്റ് തന്നെ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളിത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം ഡ്രോപ്പിംഗ് പോയിന്റ്, നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം ഞാനിവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മണാലി എന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇവിടെ പാസഞ്ചേഴ്സ് ഇൻഫർമേഷൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ 2 സീറ്റ്സാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ 2 സീറ്റിൽ സഞ്ചരിക്കുന്ന പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ ഓൾറെഡി എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്. അതും നിങ്ങളും ഈ ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നതാണ്. ജസ്റ്റ് ഞാൻ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ജസ്റ്റ് ഞാൻ അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പക്ഷേ നിങ്ങൾ പുതുതായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ ഇവിടെ ആഡ് ന്യൂ പാസഞ്ചർ എന്നുള്ള ഏരിയയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൃത്യമായിട്ട് നിങ്ങളുടെ പാസഞ്ചർ ഡീറ്റെയിൽസ് ഇവിടെ സെറ്റ് ചെയ്യുക. അതിനുശേഷം ആഡ് ടു പാസഞ്ചേഴ്സ് ലിസ്റ്റ് എന്നുള്ള താഴെയുള്ള ആ റെഡ് കളർ ഏരിയയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാനിവിടെ 2 ആളെ ചൂസ് ചെയ്യാണ് ട്രാവൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന. അതിനുശേഷം ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്യാണ്. അപ്പോൾ നമുക്കിവിടെ പേ നൗ എന്നുള്ളൊരു ഏരിയ കാണാം, അതായത് ആ എമൗണ്ട് പേ ചെയ്യാനുള്ള ഓപ്ഷൻ. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്തു. അതിൽ ടാപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക.
വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ പേയ്മെൻറ്റ് മെത്തേഡ് ചൂസ് ചെയ്യേണ്ട ഏരിയയിലോട്ട് എത്തുന്നുണ്ട്. ഇവിടെ UPI ട്രാൻസാക്ഷൻസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ കാർഡ് വഴി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നെറ്റ് ബാങ്കിങ് അവൈലബിൾ ആണ്. എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. ഞാനിവിടെ ജസ്റ്റ് ഗൂഗിൾ പേ വഴി തന്നെയാണ് ട്രാൻസ്ഫർ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഗൂഗിൾ പേ എന്നുള്ള ഏരിയയിൽ ഒന്ന് ടാപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം പേ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്തു. പിന്നെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇത്തരത്തിൽ ഗൂഗിൾ പേയിൽ കാണാനായിട്ട് കഴിയും. ആ എമൗണ്ട് ഇവിടെ പേ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നത് കൃത്യമായിട്ട് നമ്മൾ ആ എമൗണ്ട് ഒന്നിവിടെ പേ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ UPI പിന്നെല്ലാം അടിച്ചുകൊണ്ട് നമ്മൾ ആ എമൗണ്ട് ഒന്ന് പേ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ടിക്കറ്റ് കൺഫേം ആകുന്നതാണ്. അപ്പോൾ ടിക്കറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നമ്മുടെ ആപ്പിലോട്ട് തിരിച്ചു വരിക. അതിനുശേഷം നമ്മുടെ ഹോം പേജിൽ താഴെ മൈ ബുക്കിങ്സ് എന്നുള്ള ഏരിയ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിൽ താഴെ നമുക്ക് ഡൽഹി ടു മണാലി എന്നുള്ള ഒരു ഏരിയ കാണാം. നമ്മുടെ ബസ്സിൻ്റെ നെയിമും കാണാം. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യാണ്. ഞാനിപ്പോൾ ഇവിടെ നിലവിൽ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ടിക്കറ്റ് ഇപ്പോൾ നിലവിൽ ബുക്ക് ചെയ്തിട്ടില്ല. ഞാൻ മുമ്പ് ബുക്ക് ചെയ്തിട്ടുള്ള ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഇവിടെ ടിക്കറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ടിക്കറ്റ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നതാണ്, ഡീറ്റെയിൽസ് എല്ലാം. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്ത് തീർക്കാനായിട്ട് കഴിയുന്നതാണ്. നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.